കുറച്ചായല്ലേ വീഡിയോ ഒക്കെ വന്നിട്ട്. എന്ത് പറയാനാണ്, ഹെൽത്ത് ഒന്നും ഓക്കെ അല്ലായിരുന്നു. 2-3 ദിവസമായിട്ട് കിടപ്പില്ലായിരുന്നു. അതാണ് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാത്ത. അപ്പോൾ എമ്രും ഇപ്പോൾ അവിടെ ആണെങ്കിൽ ഫുള്ളും ബാത്റൂം ഡോർ ഓപ്പൺ ആക്കി ഇട്ടിരുന്നത്. ഞാൻ തന്നെ ഓപ്പൺ ചെയ്തിട്ടിരുന്ന. അവിടെ നിന്ന് ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിലൊരു ഞാൻ ടേബിൾ ഷീറ്റ് ഇട്ടിരിക്കുകയായിരുന്നേ കഴുകാൻ വേണ്ടിയിട്ട്. ആ ടേബിൾ ഷീറ്റിനെ എടുത്ത് ബാത്റൂമിൽ വലിച്ചെറിഞ്ഞിട്ട് ആ ബക്കറ്റും കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഇവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൻ്റെ വാപ്പ അവിടെ നിന്ന് തുടക്കുകയായിരുന്നു. തുടച്ച് പണിഷ്മെൻ്റായിട്ട് ഇപ്പോൾ ചെയറിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണേ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണി ആവാറായിട്ടുണ്ട്. രാത്രി 8 മണിയാണ്, രാവിലെയല്ല. നമ്മൾ ഒന്ന് പുറത്ത് പോകണം. നല്ല ഉറക്കമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഉറക്കം കൂടുതലാണ്. ഉറക്കവുമല്ല, ഭയങ്കര ടയേർഡായിട്ട് കുറച്ച് ദിവസമായിട്ടേ. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എമ്രുവും ഞാനും റീക്കായൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പം ചായ ഇടാൻ പോകുന്നതേ ഉള്ളൂ. ചായ കുടിച്ചിട്ട് നമ്മളിനി പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് കാണാം. കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ഇതാ നല്ലപോലെ തിളങ്ങുന്നുണ്ട്. ഇത് വെള്ളമാണ്. ഇതാണ് അവൻ ഇവിടെ കമിഴ്ത്തിയിട്ടിരുന്ന വെള്ളം. അപ്പോൾ ഇതൊക്കെ വാപ്പ തുടച്ചിട്ടുണ്ടെന്ന് കുറച്ചൊക്കെ പോവാത്തതാണ്. തനി കിടന്ന് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കിച്ചണിൽ വന്ന് ചായ ഇടാം. സത്യം പറഞ്ഞാൽ വയ്യാത്തതുകൊണ്ട് കിച്ചണും വീടും ഒക്കെ ഫുൾ അലുമ്പായിട്ട് കിടക്കുകയാണ്. കുറേ ജോലികളൊക്കെ ഉണ്ട്, ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. തൽക്കാലം ഇപ്പോൾ പുറത്ത് പോകുന്നത് കൊണ്ട് ചായ ഇടാനുള്ള ചായപാത്രം മാത്രം നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റു അടിച്ചത്. നൊസ്റ്റു എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു വലിയ കഥയാണ്. സത്യം പറഞ്ഞാൽ ആ കഥ എനിക്ക് ഓർക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കഥയാണ്. സംഭവം വേറൊന്നുമല്ല. എന്താണ്, നാട്ടിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു 7 months ആയപ്പോൾ ഞാൻ നാട്ടിൽ വന്നായിരുന്നു. 2 മാസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ 8 months ആയപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ 8ാം മാസത്തിൽ പിന്നെ ഉമ്മ തിരിച്ച് വരുന്ന സമയത്ത് ഉമ്മയെ ഇവിടെ ഖത്തറിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹമായിരുന്നത്. അപ്പോൾ അതിന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും മെട്രാഷ് വഴിയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റില്ലേ അത് വേണം. അപ്പോൾ അതിൽ ഉമ്മയുടെ പേര് ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നേ. അങ്ങനെ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഉമ്മയെ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉമ്മ പിന്നീട് വരട്ടെ. തൽക്കാലം 8 മാസം ആയപ്പോഴത്തേക്കും ഉമ്മയെ കൊണ്ടുവരാതെ എൻ്റെ റീക്കാടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയെയും അതുപോലെ വാപ്പായും പിന്നെ ഞാനും കൂടെയാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. അപ്പോൾ എൻ്റെ ഉമ്മയെ പിന്നെ കൊണ്ടുവരാൻ ഇതൊക്കെ ശരിയാക്കിയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഈ 8ാം മാസത്തിൽ ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ വേണ്ടി കുറേ കിടന്ന് ഈ വില്ലേജ് ഓഫീസ്, കോർപ്പറേഷൻ അങ്ങനെ മാറി മാറി ഒരു ഓട്ടമാണ് ഞാൻ ഓടിയത്. അതിൽ കുറേ നല്ല മനുഷ്യരെയും കണ്ടു, കുറേ നല്ല അല്ലാത്ത മനുഷ്യരെയും കണ്ടുമുട്ടാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് പറയാൻ, വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഖത്തറിലോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം എനിക്കത് ശരിയായി കിട്ടിയേ. അങ്ങനെ പിന്നെ ഞാൻ ഫാദറിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മായും വാപ്പായും കൂടെ വരികയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിനി കഥയൊക്കെ നിർത്തി കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ റീക്കാണെങ്കിൽ നൈറ്റ് ആയപ്പോൾ പോയി പാൽ ഇവിടെ തീർന്നിരുന്നേ. അങ്ങനെ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ചായയൊക്കെ ഇട്ടത്. അപ്പോൾ എമ്രുവിനെ ഇപ്പോൾ റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു പ്രായത്തിൽ ഇതിനെയൊക്കെ ഡ്രസ്സിട്ട് ഒരുക്കിയെടുക്കാമെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തൊക്കെ അങ്ങ് പോവും. ഓൾറെഡി എൻ്റെ ഹെൽത്ത് പോയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ റീക്ക റെഡിയായിട്ട് വന്ന് പോകാമെന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ ഡൗൺ ടൗൺ സൂക്കിലോട്ടാണേ പോകുന്നത്. തലയിടിച്ച് കണ്ടാ 2 ലിഫ്റ്റും പ്രസ് ചെയ്ത് എമ്രു. ആര് വരണ ഫസ്റ്റ്? 2 ഒരുമിച്ച് വന്നാ അതില്ല. ഇത് ജി ഗുഡ്. പാടി ഇപ്പോൾ നമ്മൾ പുതിയ ലിഫ്റ്റിൽ ഏത് ഫ്ലോറാണ് എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എമ്രുവാണ് ലിഫ്റ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്തത്. അങ്ങനെ കയറി ഞാൻ എപ്പോൾ AC ഓണാക്കിയാലും ഇവ AC ഓഫ് ചെയ്തിടുവേ. അതുകൊണ്ട് ഞാൻ വീണ്ടും AC ഓണാക്കുന്നത്. അങ്ങനെ നമ്മൾ ഡൗൺ ടൗൺ സൂക്കിൽ ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കിഡ്സിനുള്ള. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എമ്രു ഹാപ്പി ആയി. 1 മാസം ആയിട്ടോ ഇവിടെ വന്നിട്ട്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈദ് സമയത്താണ് ഞങ്ങൾ വന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അന്നേ പറഞ്ഞിരുന്നു കുറേ കൂടെ, അന്ന് വന്നപ്പോൾ ബോൾ പിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറേ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് അവനെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുപോകാനാണ് അവൻ വിളിച്ചത്. നടന്നു വരാൻ വയ്യ. ഏത് ചിന്ന ബോളം?
സ്വയം കേറിയ നോക്ക്. പുറകില് വീഴോ? ആ വീണാലും മറ്റേ ബോളാണെങ്കിൽ കുഴപ്പമില്ല. വേറെ എന്തോ ഉണ്ട്. സ്പീഡില് വാ. ആ ഇപ്പൊ കേറി നോക്ക്. ഇനി ഒറ്റ കളിച്ചോളും, മനസ്സിലായാ? ഇനി റീകാർഡ് ആവശ്യമില്ല. കണ്ട ഒറ്റയ്ക്ക് കേറി ചറുകുന്ന കണ്ട നോക്ക്. എമ്രു പ്രോ ആയി. ലാസ്റ്റ് ടൈം വന്നപ്പോ ഇല്ലേ എമ്രുവിന് റീകാർഡ് ഹെൽപ്പ് വേണമായിരുന്നു. ഇപ്പൊ എമ്രു ഒറ്റയ്ക്ക് സ്ലൈഡ് കളിക്കുന്നു. ഗൈസ്, ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടേ. നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, ബോളിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ. എപ്പോൾ വന്നാലും റീക്കാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കയറ്റാറുള്ളത്. ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പോകാമെന്ന്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ചില സമയം അങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിത്തം, നമ്മുടെ ഉള്ളിലുള്ള കുട്ടിത്തമൊക്കെ പുറത്ത് വരും. பின்னாடி விழுந்துட போறான். தள்ளு தள்ளு தள்ளு. ഇല്ല, അവൻ അവിടെ തന്നെ കളിക്കുന്നു. ബോളാണ് ഇവിടെ ഫുള്ള്. നോക്കി നിൽക്കാം, വീടില്ലെങ്കിൽ വീഴും കേട്ടാ. ഇവിടെ വന്നതിൻ്റെ തലേ ദിവസം സത്യം പറഞ്ഞാൽ ഇവർക്ക് വേറെയും ഇവിടെ ന്യൂ ഐജയിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ അൽമീറയിലൊക്കെ ഇതുപോലെ ബോൾ പിറ്റും കാര്യങ്ങളുണ്ട്, പ്ലേ ഏരിയ. അവിടെ നമ്മൾ പോയി കളിച്ചതേ ഉള്ളൂ. അവിടെ ഒരു അരമണിക്കൂർ പോയി കളിച്ചത്. അവിടെ കുറച്ചും കൂടെ നല്ല കളിക്കാനൊക്കെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടത്തേനേയും കാട്ടി. പിന്നെ ഇവിടെ കുറച്ച് നേരം ഞാനും ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് എമ്രുവിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കളിച്ചു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം കുറേ ദിവസം നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു റീക്കാക്ക്. അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല. എമ്രുവിനൊക്കെ ഡെയിലി സഫാരിയുടെ ലൈറ്റ് കാണണം. ആ സഫാരിയുടെ ലൈറ്റൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. അതുകൊണ്ട് പിന്നെ ഇന്ന് എന്തായാലും നൈറ്റ് ഇറങ്ങണമെന്നും പറഞ്ഞ് എന്തായാലും 3 പേരും ഉറങ്ങി തെളിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാത്രികൾ പകലാക്കാമെന്നും പറഞ്ഞാണ് രണ്ടും കൽപ്പിച്ച് ഇന്ന് രാത്രി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. പിന്നെ നേരെ തൊട്ടടുത്ത് ഡൗൺ ടൗൺ തൊട്ടടുത്താണ് സഫാരി മാളുള്ള. അതുകൊണ്ട് സഫാരിയിൽ ചെന്ന്, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്, അപ്പോൾ അവിടെ ചെന്ന് തൽക്കാലം ദോശമാവ് മേടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനം അങ്ങനെ പോയപ്പം കണ്ടതും കിട്ടിയതും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറ്റുന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എമ്രു ഇരുന്ന് നോക്കിയാണേ. എടുത്തെറിയല്ലേ എമ്രെ. അങ്ങനെ നമ്മൾ സഫാരിയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ച് അത്യാവശ്യത്തിനുള്ളത് നാളത്തേക്ക് വേണ്ടി മാത്രം. ഇനി വേറെ ഗ്രോസറി ഷോപ്പിംഗ് ഇനി നാളെ ലുലുവിൽ പോയി ചെയ്യണം. ഇന്നിപ്പോൾ ഇവിടെ ഡൗൺ ടൗൺ സൂക്കിലായതുകൊണ്ട് സഫാരി കയറി. തൊട്ടടുത്താണ്, ഡൗൺ ടൗൺ സൂക്കിൻ്റെ തൊട്ടടുത്താണ് ഈ സഫാരി വരുന്നത്. അതുകൊണ്ട് ഈസിയാണ്. ഇപ്പോൾ തൽക്കാലം നാളത്തേക്ക്, നാളെ മുതൽ റീക്കാക്ക് മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കുക്ക് ചെയ്യാറില്ലായിരുന്നു. ഫുൾ പുറത്തുനിന്നാണ് കഴിച്ചത്. ഫുള്ള് പുറത്തുനിന്നല്ല, ഇടയ്ക്കെന്തോ ഞാൻ കുക്ക് ചെയ്തിരുന്നു. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ ബാക്ക് ടു കുക്കിങ്ങിലോട്ട് കയറണം. എന്നും പുറത്തുനിന്ന് കഴിക്കാൻ പറ്റൂലല്ലോ. ഇതാണ് നമ്മുടെ ഡൗൺ ടൗൺ സൂക്ക്, കണ്ടില്ലേ? ഇതിൻ്റെ തൊട്ടടുത്ത് ഈ ഡൗൺ ടൗൺ സൂക്കിൽ മുകളിലായിട്ട് ബൗളിംഗ് സെൻറ്ററൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഷോപ്സൊക്കെ ഇപ്പോൾ ഓപ്പണായി വരുന്നുണ്ട്. കുറേ R&B ഉണ്ട് താഴെയായിട്ട്. പിന്നെ ഒരു കേക്ക് ഷോപ്പോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കഫേ, കേക്ക് ഷോപ്പല്ല കഫേ ആണെന്ന് തോന്നുന്നു. ഞാനത് പോയിട്ടില്ല, ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് സഫാരി ഉണ്ട്, ഓപ്പോസിറ്റായിട്ട് കണ്ടില്ലേ ലുലു മാളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വസന്തഭവനിൽ വന്ന് ഇവിടെ നിന്ന് എമ്രുത ജീരക മിഠായിയൊക്കെ മേടിക്കുകയാണ്. ഇവിടെ ഭയങ്കര കമ്പനിയാണ് ഇവിടെയുള്ള എല്ലാവരുമായിട്ട്. അതുകൊണ്ട് അവർ ജീരക മിഠായി കൊടുത്തപ്പോൾ ചോദിച്ചു മേടിക്കുകയാണ്, കഴിച്ചിട്ട് വീണ്ടും. ഞാനിവിടെ എപ്പോൾ വന്നാലും സ്ഥിരം പനീർ ദോശയാണ് മേടിക്കാറുള്ളത്. എമ്രുവിന് ഇഡലി മേടിച്ചു കൊടുത്തു. ഇന്ന് റീക്കായും പനീർ ദോശ കഴിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പനീർ ദോശയും കഴിച്ച് എമ്രുവും ഇഡലിയൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ അങ്ങോട്ട്. ഞാനിപ്പോൾ അൽമീറയുടെ ഫ്രണ്ടിലുണ്ട്, അൽ തക്കീറ, അവിടെ പോകുന്ന വഴിക്കുള്ള അൽമീറ.
സംഭവം വേറെ ഒന്നുമില്ല, എമ്രുവിനെ ഉറക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അൽത്തക്കീറ വഴി ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തേക്കും റീക്ക് അൽമീറയിൽ കയറി. അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് ചോദിച്ചു എവിടെ പോകണം ചോദിച്ച ഉടനെ തന്നെ എമ്രു ഉറങ്ങാൻ കിടന്ന എമ്രു എൻ്റെ തോളി ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. അപ്പോൾ പിന്നെ റീക്ക ഇവിടെ നിർത്തിയിട്ട് ചോദിച്ചു ഞാൻ ഇവരെയും കൂടെ കൊണ്ടുപോട്ടാൻ ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുവയ്ക്കുമെന്നും പറഞ്ഞ് അങ്ങനെ വാപ്പായും മോനും കൂടെ ATM പോയിരിക്കുകയാണ്. ഇതുവരെ കണ്ടില്ല, കുറച്ച് നേരമായി, 5 മിനിറ്റ് ആവും. എന്ത് പറ്റിയോ എന്തോ, ഞാൻ പിന്നെ പോയില്ല, ഇവിടെ കാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ വേറെ ഒന്നുമില്ല, വസന്തഭവനിൽ പോയിട്ട് വന്നതാണ്. വസന്തഭവനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ സത്യം പറഞ്ഞാൽ 11 മണിക്ക് കട ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ പോയതുകൊണ്ട് നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് അവിടെ പോകുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പിന്നെ റീക്കായും എമ്രുവും കൂടെ അവിടെ ഉള്ളവരുടെ അടുത്ത് സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ കഥയും പറഞ്ഞ് അവിടെ നിന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ അൽമീറയിലോട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണേ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അവർ വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓരോരുത്തർക്കൊക്കെ എന്താണ് ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ, എനിക്ക് അതിൻ്റെ വില ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് എനിക്ക് ഒരു 1K ആക്കാൻ തന്നെ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പിന്നെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് കൂടി. ഞാൻ ഇപ്പോൾ ലൈവ് ചെയ്യാറില്ല, കാരണം എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. സെറ്റിങ്സ് എന്തോ മാറി കിടക്കണോ എന്തോ പറ്റിയിട്ടുണ്ട് എൻ്റെ ലൈവിന്. അതുകൊണ്ടിപ്പോൾ ലൈവൊന്നും അധികം ചെയ്യാറില്ല. അതുകൊണ്ടിപ്പം സബ്സ്ക്രൈബേഴ്സൊന്നും അങ്ങനെ പെട്ടെന്ന് കൂടാറില്ല. അപ്പോൾ ഒരു 1K അടിക്കാറായി നിൽക്കുന്നുണ്ട്. എൻ്റെ ഈ വ്ളോഗ് മുഴുവനായിട്ട് കണ്ടവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് 1K വരെ ആക്കാൻ വേണ്ടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ വ്ളോഗൊന്നും അധികം ഇടാതിരുന്നത്. ഇനിയിപ്പോൾ വ്ളോഗൊക്കെ ഇടാം കേട്ടോ. കാരണം വീക്കിലി ഒരു 2 അല്ലെങ്കിൽ 3 ഞാൻ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച 2 വ്ളോഗ് ഇട്ടിരുന്നു തോന്നുന്നു. വേറെ വ്ളോഗ്സൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ നാളെ മുതൽ പഴയ പോലെ, ഇപ്പോൾ കുഴപ്പമില്ല, ഹെൽത്ത് ഓക്കെ ആയി വരുന്നുണ്ട്. അതുകൊണ്ട് പഴയ പോലെ വ്ളോഗ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, ഇനി നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാം. ATM പോയവർ എന്തോന്ന് വാങ്ങിച്ചിട്ട് വന്നത്?